പത്തനംതിട്ടയിൽ കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയെ കുത്തിക്കൊന്നു. പുല്ലാട് സ്വദേശി ശ്യാമയാണ് മരിച്ചത്. യുവാവിന്റെ ആക്രമണത്തിൽ അച്ഛൻ ശശിക്കും ശശിയുടെ സഹോദരി രാധാമണിക്കും കുത്തേറ്റു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ചേരുന്നു. ശ്രീരാജ്, എപ്പോഴായിരുന്നു സംഭവം? പ്രതിയെപ്പറ്റി എന്താണ് സൂചന? സോന, ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഗുരുതരമായ പരിക്കായിരുന്നു ഈ ശ്യാമയ്ക്ക് ഉണ്ടായത്. കുടൽമാല അടക്കം പുറത്തു വരുന്ന തരത്തിലുള്ള പരിക്കായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 3 പേരെയാണ് ഈ പ്രതി കുത്തിയത്. ശ്യാമയുടെ അച്ഛൻ ശശി, ഈ ശശിയുടെ സഹോദരി രാധാമണി എന്നിവർക്കാണ് കുത്തേറ്റത്. ഇരുവരും ഇതിൽ ഈ ശ്യാമ മരണപ്പെടുകയും ശശി, രാധാമണി എന്നിവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ രാധാമണിയുടെ പരിക്ക് അത്ര കണ്ടു ഗുരുതരമല്ലെങ്കിൽ പോലും ശശിയുടെ പരിക്ക് കുറെ കൂടി ഗുരുതരമാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നുണ്ട്. എന്തായാലും ഇരുവർക്കും ശസ്ത്രക്രിയ ആവശ്യമാണ്. ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. കുടുംബ കലഹമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രദേശവാസികളും പോലീസും അടക്കം പറയുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ കുടുംബകലഹം ഉണ്ടായിരുന്നു. ഈ ശ്യാമയുടെ ഭർത്താവ് അജി ഈ നിരന്തരം ശ്യാമയുടെ വീട്ടിലെത്തുകയും ഭീഷണിപ്പെടുത്തുകയും സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഇവിടെ എത്തി വലിയ രീതിയിലുള്ള വഴക്കുണ്ടായിരുന്നു. പ്രദേശവാസികളടക്കം നിരന്തരം ഇത്തരത്തിലുള്ള കുടുംബകലഹം ഉണ്ടാകുന്നത് ഇവരുടെ എല്ലാം ശ്രദ്ധയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നലെയും രാത്രി ഇയാൾ ഇവിടെ എത്തുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തത്. അങ്ങനെ സംഘർഷത്തിനൊടുവിൽ ശ്യാമയ്ക്ക് കുത്തേൽക്കുകയായിരുന്നു. തുടർന്ന് ശശിയെയും സഹോദരി രാധാമണിയെയും കുത്തി പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ പോലും പരിക്ക് വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കായിരുന്നു. കുടൽമാല അടക്കം പുറത്തു വരുന്ന തരത്തിലുള്ള ഒരു പരിക്കായിരുന്നു ശ്യാമയ്ക്ക് സംഭവിച്ചത്. അങ്ങനെ ശ്യാമയ്ക്ക് മരണം സംഭവിക്കുകയായിരുന്നു. ശ്യാമയുടെ അച്ഛനെയും അച്ഛന്റെ സഹോദരിയെയും ശസ്ത്രക്രിയ ആവശ്യമെന്നാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. ഈ സംഭവത്തിന് ശേഷം പ്രതിയായ അജി, അതായത് ശ്യാമയുടെ ഭർത്താവ് അജി, സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. സമീപത്ത് ഒരു റബ്ബർ തോട്ടമടക്കമുള്ള ആളൊഴിഞ്ഞ പ്രദേശമാണ് ഈ വീടിന് സമീപ പ്രദേശം. അവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിലും പോലീസിന്റെ നേതൃത്വത്തിലും ഇന്നലെ രാത്രി മുതൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. സോന, ശരി. പത്തനംതിട്ടയിൽ കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ശ്രീരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.